നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടക തെരഞ്ഞെടുപ്പിനിടെ ലൈംഗിക പീഡന പരാതിയുമായി ഒരു കുടുംബത്തെ നാണം കെടുത്തുകയാണ്. ലൈംഗിക പീഡന പരാതിയിൽ കേസെടുത്ത കർണാടക രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുകയുമാണ്. ജനതാദൾ എസ് ദേശീയ അധ്യക്ഷൻ ദേവഗൌഡയുടെ മകനും MLA-യുമായ SD രേവണ്ണ, രേവണ്ണയുടെ മകനും ഹാസൻ MP-യുമായ പ്രജ്വൽ രേവണ്ണ എന്നിവർക്കെതിരെയുള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഹസാനിലെ ദൾ സ്ഥാനാർത്ഥിയായ പ്രജ്വൽ 26-ന് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ജർമ്മനിയിലേക്ക് കടന്നതായാണ് വിവരം. രേവണ്ണയ്ക്കെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ബന്ധു കൂടിയായ സ്ത്രീയാണ് 48 വയസ്സുകാരിയാണ് പരാതി നൽകിയത്. വീട്ടിൽ ജോലിക്ക് നിന്ന് തന്നെ രേവണ്ണ പീഡിപ്പിച്ചിരുന്നു എന്നായും പ്രജ്വൽ മകളുടെ അശ്ലീല വീഡിയോ ചിത്രീകരിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം ഒട്ടേറെ സ്ത്രീകൾക്കൊപ്പം ഈ പ്രജ്വലിന്റെ അശ്ലീല വീഡിയോകൾ പ്രചരിച്ചിരുന്നു. അശ്ലീല ദൃശ്യങ്ങളുടെ പെൻഡ്രൈവുകൾ പാർക്കുകൾ, ബസ് സ്റ്റോപ്പുകൾ, സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ നിന്നാണ് ലഭിച്ചത്. സ്വയം ചിത്രീകരിച്ച ദൃശ്യങ്ങൾ അബദ്ധത്തിൽ ചേർന്നതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അന്വേഷണത്തെ സ്വാഗതം ചെയ്ത സംസ്ഥാന അധ്യക്ഷൻ HD കുമാരസ്വാമി തെറ്റ് ചെയ്തു എന്ന് തെളിഞ്ഞാൽ പ്രജ്വലിനെതിരെ പാർട്ടി നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതേസമയം ദളിന്റെ സഖ്യകക്ഷിയായ BJP സംഭവത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. MP-ക്കെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബംഗളൂരു പ്രതിഷേധിച്ചു. ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ വനിതാ സംഘടനകളുടെ കൂട്ടായ്മ വനിതാ കമ്മീഷൻ സമീപിച്ചിരുന്നു. അതേസമയം കർണാടകയിലെ ഹാസൻ ലോക്സഭാ മണ്ഡലത്തിൽ JDS സ്ഥാനാർത്ഥിയും ദേവഗൌഡയുടെ കൊച്ചുമകനുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ കേസെടുത്ത പോലീസ് പ്രജ്വലും അച്ഛൻ രേവണ്ണയും പലതവണ പീഡിപ്പിച്ചുവെന്നും കാട്ടി ഒരു യുവതി നൽകിയ പരാതിയിലാണ് ഹോലനന്റെ സിഗ്പൂർ പോലീസ് ഇരുവർക്കുമെതിരെ കേസെടുത്തത്. സംഭവം വൻ വിവാദമായതോടെ പ്രജ്വൽ രാജ്യം വിട്ടു. ഹാസനിലെ സിറ്റിംഗ് MP-യായ പ്രജ്വലിനെതിരെ അശ്ലീല വീഡിയോ വിവാദം കത്തിപ്പടഞ്ഞതിനിടയിലാണ് പ്രജ്വലും അച്ഛൻ രേവണ്ണയും പലതവണ പീഡിപ്പിച്ചെന്ന് ആരോപിച്ച് യുവതി പോലീസിൽ പരാതി നൽകിയത്. ലൈംഗിക പീഡന പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പ്രജ്വൽ രാജ്യം വിട്ടിരുന്നു. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലേക്കാണ് പ്രജ്വൽ പോയിരിക്കുന്നത് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതേസമയം കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നും രാജ്യം വിട്ട പ്രജ്വലിനെ പോലീസ് തിരിച്ചു കൊണ്ടുവന്നോളുമെന്നുമാണ് പ്രജ്വലിന്റെ ചെറിയച്ഛനും മുൻ മുഖ്യമന്ത്രിയുമായ കുമാരസ്വാമി പ്രതികരിച്ചത്. പ്രജ്വലിനെ കൈവിട്ടുകൊണ്ടുള്ള കുമാരസ്വാമിയുടെ പ്രസ്താവന ദേവഗൌഡ കുടുംബത്തിലെ ഭിന്നതയുടെ സൂചന കൂടിയെന്നാണ് പറയുന്നത്.